ചെമ്മീൻ 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 വിട്ടൊരു കളിയില്ല വേണ്ട നിനക്ക് അല്ല അറിയാണ്ട് ചോദിക്കാണ്. ഉണക്ക ചെമ്മീൻ, തെള്ളിച്ചെമ്മീൻ, നാരൻ ചെമ്മീൻ, പച്ചച്ചെമ്മീൻ, ഇപ്പതാ കൊറേ കുഞ്ഞിച്ചെമ്മീൻ, തെള്ളിച്ചെമ്മീനൊക്കെ ഉള്ളി വെച്ചിട്ടുണ്ട്. തിന്നാ 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 ഉണക്കച്ചെമ്മീനായാലും പച്ചച്ചെമ്മീനായാലും തെള്ളിച്ചെമ്മീനായാലും ചൂടൻ ചെമ്മീനായാലും വെച്ചാക്കി മുന്നിൽ കൊണ്ട് തരുമ്പോ ഞം 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 തിന്നുന്നുണ്ടല്ലോ കുറ്റൊന്നും പറയണ്ടേ. അത് പിന്നെ നീ പിന്നെ ആക്കി ഇങ്ങനെ തരുമ്പോ നമ്മൾ എന്ത് ചെയ്യുമല്ലോ അച്ഛാ, തിന്നാതെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെമ്മീൻ അച്ഛന് ചെമ്മീൻ തിന്നാൻ അലർജിയാ. അതെ കുറച്ചായിട്ട് അലർജി ഞണ്ടുണ്ട്. അച്ഛന് രണ്ട് ചെമ്മീനും കൂട്ടാൻ പറ്റൂല, കൂട്ടിയ അപ്പ അച്ഛന് ജലദോഷവും തുമ്മലും പിടിക്കും. അതെ. അപ്പൊ ഈ ചെമ്മീനുമായിട്ട് ഇവര് അമ്മയും മോളും കൂടി ഇന്നലെ വൈകുന്നേരം ഇരുന്നത്. എപ്പാ നിങ്ങൾ എണീറ്റ്? കൊറേ നേരം കഴിഞ്ഞു. എന്നിട്ട് എന്താ പരിപാടി? ഇന്നെന്താ പരിപാടി? ചെമ്മീൻ വെച്ചിട്ട് കുറച്ച് ചെമ്മീൻ എടുത്ത് ഞാൻ ഒലത്തി. അത് നല്ലതായിരുന്നു. പിന്നെ ഇപ്പൊ ലേശം ഞാൻ മാറ്റി വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടപ്പുട്ടാക്കി നോക്കണം. അതെ, ഇവിടെ കൊറേ ഉണ്ടയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടപ്പുട്ടാക്കലിന്നൊന്നും എനിക്കറിയില്ല. ഇതെന്തുണ്ട്? നിനക്ക് എന്താ അറിയാ ആക്ച്വലി? അത് ചോദിക്കട്ടെ. നിനക്ക് ബിരിയാണി ആക്കാൻ അറിയില്ല, നിനക്ക് ഇതാക്കാൻ അറിയില്ല, ഉണ്ടപ്പുട്ടാക്കാൻ നിനക്ക് എന്താ അറിയാ? എന്ത് മണ്ണാങ്കട്ടെ നിനക്ക് അറിയാം? എല്ലാം ഞാൻ പരീക്ഷിച്ച് ആക്കുമ്പോ വിജയിക്കുന്നില്ലേ? പരീക്ഷണ വസ്തു ആരാന്നറിയാമോ? നമ്മളാണ്. നമ്മുടെ മേലെ ഇങ്ങനെ പരീക്ഷിച്ച് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി. ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റണ്ടായി. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഈ ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കണം. ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ലേശം ഗരം മസാലയും കൂടി ഇട്ടിട്ട് ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഇതിങ്ങനെ നുള്ളി എടുക്കണേനാണ് സമ്മതിക്കേണ്ടത്. ഇത്ര ചെറിയ ചെമ്മീൻ ഇങ്ങനെ തോട് കളഞ്ഞിട്ട് അത് നുള്ളി എടുക്കണം. അവരെ സമ്മതിക്കണം. നെല്ലിക്കോട് ഭാസ്കരൻ മോലാൽ പറഞ്ഞ നെല്ലിക്കോട് ഭാസ്കരനല്ല, നെല്ലിപ്പലക അല്ലെ? ക്ഷമമാണെന്ന് പറഞ്ഞാൽ ഇവര് നുള്ളി എടുത്തിട്ടുണ്ട് അമ്മ. എനിക്ക് ഈ തോട് വെച്ചിട്ട് ഇതാക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ കടിക്കുമ്പോ എനിക്ക് എന്തല്ലോ പോലെ തോന്നും. അതുകൊണ്ട് കുത്തിയിരുന്നിട്ടായാലും എല്ലാ ചെമ്മീന്റെ തോട് ഞാൻ പൊളിച്ചിരിക്കും. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഇതെന്താ, എന്ത് പൊടിയിൽ ഇതാക്കിയാണ് ഉണ്ട? സാധാരണ നമ്മള് ഇടിയപ്പം പൊടി, ഇടിയപ്പൊടി. ടേസ്റ്റി ഇടിയപ്പൊടി. നമ്മള് ടേസ്റ്റിയാ വാങ്ങല്. നമ്മളെ നാട്ടില് മാത്രം കിട്ടും. ഇതിന്റെ പരസ്യമല്ല കേട്ടോ, പക്ഷെ നമ്മൾ ഇതാ വാങ്ങല്. നല്ല പൊടിയാ. ഇടിയപ്പാക്കിയാലേ ചില ഇടിയപ്പാക്കിയ പൊട്ടി പൊട്ടി പോകും. ഇതിനകത്ത് അങ്ങനെയല്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഈ ഇടിയപ്പൊടി കൊണ്ടാക്കി ഉണ്ട. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, വെളിച്ചെണ്ണ തീർന്ന്, മുളക് പൊടി തീർന്ന്, എല്ലാം തീർന്ന്. ചെലവാണ് ചെലവ്. അത് കേട്ടപ്പോ എനിക്ക് തിന്നാനും ഓക്കെയാണ്, പക്ഷെ ചെലവിന്റെ കാര്യം പറയുന്നത് മുളക് പൊടിയെല്ലാം വാങ്ങിക്കാനില്ലേ വലിയ പൈസ ചെലവ്. വെളിച്ചെണ്ണക്ക് എന്താ വിലയല്ലേ? എന്റെ അമ്മ ഭയങ്കര പൈസ വെളിച്ചെണ്ണ കേട്ടോ. അപ്പൊ നീ ഇത് മൊരിച്ചെടുക്ക്. അപ്പൊ എന്താ ചെയ്യണേ നോക്കട്ടെ. ഹായ് മക്കളൂസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഇന്ദ്രന്റെ വെരി ഗുഡ്. പിന്നെ ഉണ്ടല്ലോ നല്ല മഴയാണ്. നല്ല മഴയെന്ന് വെച്ചാൽ മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയാ, റെഡ് അലേർട്ടാണ്, റെഡ് അലേർട്ട്. അപ്പോൾ ഇവിടെ അമ്മ എന്താ ചെയ്യുന്നമ്മേ? ഞണ്ടൊടിക്കുന്നു. നമ്മുടെ വീട്ടിൽ അധികം എല്ലാവരും ചോദിക്കും പച്ചക്കറിയൊന്നും ഇല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന്? നമുക്ക് ഞണ്ട്, ഉണക്കച്ചെമ്മീൻ, ചെമ്മീൻ, പച്ചച്ചെമ്മീനൊക്കെയാണ് പരിപാടി. ഇത് പച്ചനെ ഇന്നലെ വലക്കുമായിട്ട് കിട്ടിയ ഞണ്ട് അന്ന് നമ്മൾ കാണിച്ചില്ലേ, അതുപോലത്തേക്ക് ഞണ്ട്. പിന്നെ ഒരു കൂരി, ഏട്ട കണ്ട ഒരു കൂരി ഉണ്ട്. അച്ഛന് കൂരി ഭയങ്കര ഇഷ്ടം. പിന്നെ പല വകയായിട്ട് ഒരു ചെമ്മീൻ, മറ്റേ പട്ടത്തിയൊക്കെ ഉണ്ട്, നങ്കൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് കറിയും ഞണ്ട് ഇതെല്ലാം ആക്കും അല്ലേ, പൊളിക്കാം. അപ്പൊ അപ്പുറം അവള് മറ്റേ ഇതാക്കുന്നുണ്ട്, ഉണ്ടപ്പുട്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ നുള്ളിയെടുത്ത് ചെമ്മീൻ വെച്ചിട്ട്. അപ്പൊ ഇത് സെറ്റാക്ക്. നല്ല മഴ. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ? എന്താ അവസ്ഥ? ഇവിടെ നല്ല മഴയാട്ടോ. ഭാഗ്യണ്ട്, ലേശം വെളിച്ചെണ്ണയുണ്ട്, ഇന്നത്തേക്കുള്ള വെളിച്ചെണ്ണയുണ്ട്. ഇപ്പൊ തന്നെ വെളിച്ചെണ്ണ കോടേണ്ടി വന്നത്. ഇന്നലെ ഞങ്ങള് രാത്രി മഴയെല്ലാം കാരണം പോവാൻ പോയിട്ട് മടി പിടിച്ച് വീഡിയോയില്. പിന്നെ നല്ല മഴയായിട്ട് ഞങ്ങള് ഒരു സിനിമയെല്ലാം കണ്ട് അങ്ങനെ ഇരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായി, ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ അങ്ങോട്ട് ഒരു മീഡിയം പൊരിച്ചെടുക്കണം അല്ലെ? ഒരുപാടല്ലാണ്ട് എന്നാലും ചെറിയ മീനല്ലേ മൊരിഞ്ഞിട്ടുണ്ടാവും. അതെ. അപ്പൊ മൊരിച്ച് മാറ്റി വെക്കുക. ഇനി എന്താ? ഈ എണ്ണയിലേക്ക് ഇതാ ഉള്ളിയും 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ, ചെറുത്. കാരണം പിള്ളേർക്കെല്ലാം കൊടുക്കേണ്ടതായോണ്ട് എരിവ് അധികം വേണ്ടാന്ന് വിചാരിച്ച്. പുറത്ത് നല്ല മഴ, നല്ല തണുപ്പ്, ശരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാലാവസ്ഥ. അപ്പൊ ഈ കാലാവസ്ഥക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? മൂടിപ്പറിച്ച് കിടന്നുറങ്ങണം. പൊടിയാവണം. മൂടിപ്പറിച്ചൊന്നും ഉറങ്ങാനില്ല, എന്തെങ്കിലും ഞം തിന്നണ്ടേ?
അതാണ് അപ്പില്ലേ തിന്നാൻ വേണ്ടി പണിയെടുക്കുന്നല്ലേ നമ്മള്. ശരിക്കും പറഞ്ഞാലേ നമ്മൾ തിന്നാൻ വേണ്ടി ജീവിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാലേ ഒന്നും വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നിനക്ക് പുറത്ത് കിടന്ന് ഉറങ്ങാനാ ഇഷ്ടം തോന്നുന്നല്ലേ? അല്ല ഞാൻ പറഞ്ഞതേ, നീ അന്ന് മറ്റേ ചെമ്മീൻ ബിരിയാണി ആക്കിയില്ലേ, അപ്പൊ അന്ന് നീ പറഞ്ഞില്ലേ നമുക്ക് അതുപോലെ ചിക്കൻ ബിരിയാണി ഒരു ദിവസം ആക്കി നോക്കണം. കുറച്ച് ചിക്കൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതങ്ങടെ ആക്കിയാലോ? അല്ല ഷിയാബിനെ വിളിച്ചിട്ട് ചിക്കൻ പറഞ്ഞാലേ നമുക്ക് അതങ്ങടെ ആക്കിയാലോ? എന്തിന് നല്ലായിരിക്കൂലേ? ഞാൻ ഹെൽപ്പ് ചെയ്യും. എന്ത് ഹെൽപ്പോ? അപ്പൊ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നിക്കും. അപ്പൊ ക്യാമറയും പിടിച്ച് നിക്കൂലെങ്കിൽ ഞാൻ ആക്കി തരാം. അപ്പൊ ക്യാമറയും പിടിച്ച് നിന്നാൽ എനിക്ക് ചൊറയാന്ന്. ഒരു സാധനം എനിക്ക് പെട്ടെന്ന് ആക്കി തരാൻ കഴിയില്ല. എടുക്കുമ്പൊക്കല്ലേ എണ്ണ ചൂടായി കഴിഞ്ഞാൽ എന്നാണ് ഉള്ളിയിടല്ലേ, ഞാൻ വരുന്നേ എന്നിട്ട് വരുവാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ക്യാമറ ഓഫ് ആക്കിയിട്ട് ബിരിയാണി ആയതിനു ശേഷം ഓണാക്കാം. അത് നല്ലതായിരിക്കൂലേ? അല്ല ആക്കിയാലോ? സീരിയസ് ആയിട്ട് ആക്കിയാലോ? പണിയെടുപ്പിക്കാനുള്ള വഴിയാന്നല്ലേ? ശരി, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ ആരെങ്കിലും വെക്കാന്നാ പിന്നെ. അല്ല പിന്നെ ഇന്ന് രണ്ടാമത് കല്യാണം കഴിക്കണമെന്നാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റല്ല. എല്ലാവരും അങ്ങനെ മറ്റേ ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് കാണാറില്ലേ, രണ്ടാമതൊരു കല്യാണം ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതും, രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ പുഞ്ചിരിക്കുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഭർത്താവിനോട് കൊടുക്കുന്നത്. അതുപോലെ നീ എരിക്കൊണ്ട് തന്നാ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുക? വർത്താനം കണ്ട 10 വർഷം 11ാമത്തെ വർഷം വരെ ഇവളുടെ കൂടെ ഞാൻ താമസിച്ചിട്ട് ജീവിച്ചിട്ട് ഇവിടെ ഇങ്ങനെയാണ് പറയണത്. കണ്ട എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കൊച്ചു ഗള്ളി. നീയല്ലാതെ ജന്മം പൂക്കുമോ, നിന്നോടാണ് എനിക്കാരാധന, അക്കരയിലും ഇക്കരയിലും. നീ ഒരു ബിരിയാണി അങ്ങനെ ആക്കുമോളെ, ഏട്ടനോട് പോയിട്ട് ചിക്കനൊക്കെ പറയാം. ഓക്കെ സെറ്റല്ലേ? അപ്പൊ ഉള്ളിയൊക്കെ അവിടെ വാടട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയാട് കാണാം. ബിരിയാണി എല്ലാം ഉണ്ട് ഇന്ന്, പൊളിയെന്ന്. ഇന്ന് നമ്മളെന്താ പരിപാടി എന്ന് അറിയാം? അതെ, രാവിലെ തന്നെ ഉണ്ട് ഇങ്ങനെ ഭക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും ബിരിയാണി ഭക്ഷിക്കുന്നു. രണ്ട് നമുക്ക് വൈകുന്നേരം ഭക്ഷിക്കാമല്ലോ. ഗായ്സ് നല്ല മഴയൊക്കെ ആവുമ്പോ മനുഷ്യൻ പിന്നെ എന്താ ചെയ്യാ അല്ലേ? സെറ്റ് വാ നിക്ക്. അപ്പൊ ഉള്ളിയൊക്കെ വാടിയാ? ഉള്ളിയെല്ലാം വാടി. ഇനി അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ലേശം ഗരം മസാല എല്ലാം തീർന്നോണ്ടിരിക്കുകയാണല്ലോ സജ്ജേ. പാക്കറ്റൊക്കെ കാര്യല്ലേ ഒരു 3000-3 ലക്ഷണം കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാതില്ലാതില്ല. സാധനം വാങ്ങാൻ അങ്ങോട്ട് പോയാൽ ഇപ്പൊ ചുരുങ്ങിയത് പണ്ടൊക്കെ എന്താല്ലേ ഒരു 100 രൂപ 500 രൂപ ആയിട്ട് പോയ ഒരു കുറെ 500 രൂപ ആയിട്ട് പോയ 1000 രൂപ ഉണ്ടെങ്കിൽ ഓണത്തിനൊക്കെ പണ്ട് ഇഷ്ടം പോലെ നമ്മ പണ്ടല്ലോ ഓണത്തിന് സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോ 1000 രൂപ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാ. ഇന്ന് 1000 രൂപയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാ ഒരു 2 കിലോ വെളിച്ചെണ്ണ വാങ്ങുമ്പോ തന്നെയായി 1000 രൂപയായി. അത്രയും വിലയായി സാധനങ്ങൾക്കെല്ലാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉള്ളി വാട്ടിയപ്പം കുരുമുളക് പൊടിയും, ഉള്ളി വാടിക്കഴിഞ്ഞപ്പോ കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട്, പിന്നെ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായി, പിന്നെ 2 പച്ചമുളക് ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. നമ്മുടെ പിള്ളേഴ്സിന് പച്ചമുളകൊന്നും അധികം വേണ്ട, അതുകൊണ്ട് ഞാൻ ലേശേ ഇട്ടിട്ടുള്ളൂ. ചെമ്മീൻ അതിലേക്ക് മസാല റെഡി. ഈ മസാല റെഡി ആയി കഴിഞ്ഞാൽ ഇതെടുത്ത് ഉണ്ടേലാണ് വെക്കുക അല്ലേ? അതല്ലേ പരിപാടി? എന്റെ പ്രതീക്ഷ ഇപ്പൊ ഉണ്ടല്ലോ ഉണ്ടേലല്ല, ബിരിയാണിയിലാണ്. ഞാനിപ്പോ അതില് പെട്ടിരിക്കാണ്. നോക്കി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതല്ല ഉണ്ടപ്പുട്ടെല്ലാം ആക്കാൻ വേണ്ടി എക്സ്പേർട്ട് ഇല്ലേ ഇഷ്ടമാരാണ് കേട്ടാ. നമ്മളെ കൊറേ നോമ്പിനെല്ലാം കടികൾ കൊണ്ട് തരും കേട്ടോ. ഇവിടെ നമ്മുടെ കണ്ണൂരില് കടികള്, അതായത് ഇവരാക്കുന്ന പോലെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഉമ്മമാരെല്ലാം ആക്കുന്ന പോലുള്ള കടികൾ. സത്യം പറഞ്ഞ ഞാൻ വേറെ എവിടെ ഒന്നും കഴിച്ചിട്ടില്ല. നോമ്പ് സമയത്തെല്ലാം നമുക്ക് ഇഷ്ടം പോലെ കടികൾ കിട്ടും. ടേസ്റ്റ് നേന്ത്രപ്പഴത്തിനെ കൊണ്ടുള്ള മറ്റേ സംഭവം ഉന്നക്കായി, കല്ലുമ്മക്കായി. എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? കൊതിയാവുന്നു. എന്തായാലും വേഗം ആക്കുമ്പോളെ നിക്ക് ഇത് ഉണ്ടേന്ന് പറഞ്ഞിട്ട് പിടിയായല്ലടി. എന്താണത്? ഇനി അങ്ങോട്ട് ഞാൻ കുപ്പിന്ന് പറഞ്ഞ പോത്തിനെ പോലെ പണിയെടുക്കും. ഞാൻ സഹായിക്കാം. എന്താണ് മോളെ സഹായിക്കാൻ വിടില്ല? എന്താണ് ഈ സഹായിക്കാൻ വിടാത്തത് നീ? എന്നാ കോഴിയുള്ള എന്താണത്? ഇത് വെച്ചിട്ട് മൊത്തം ഉണ്ട നിർത്താനായിരിക്കും അല്ലെ? എല്ലാത്തിലും എത്തിക്കാനല്ലേ? ഒരു 2-3-4 ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെച്ചേക്കും. 5 കൊണ്ട് 5000
തൃപ്തിപ്പെടുത്തിയവെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ആ, ഉവ്വ് ഉവ്വ്. അതുപോലെ ഇത് കൊണ്ട് ഇനി ഉണ്ട മുഴുവൻ നടക്കണം. അത് വേറൊരാൾ കൈവച്ച അല്ല, അത് ഞാനത് കുറച്ച് വലുതാക്കി ഇനി അതിനകത്ത് എല്ലാം എടുത്തെടുത്തെടുത്ത് വീണ്ടും ഒരു ഉണ്ടയാക്കും. ശരി, ഓക്കെ, നടക്കട്ടെ. നല്ല കഴിവാണ്, നല്ല ഭാവന. കഴിഞ്ഞിട്ട് വന്നു കേട്ടാ. നീ നടത്തുന്നെടുത്തോ. അങ്ങനെ നികി നമ്മുടെ ഓരോരോ പാത്രങ്ങളിൽ ഓരോരോ ബാഗുകളിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിൽ കുറച്ചുണ്ട്. അതിന്റെ പേര് എഴുതിക്കോ. ഓരോരുത്തരുടെ പേര് എഴുതി വെക്കുന്ന സജീഷ്. ലാസ്റ്റ് ആക്കുന്ന ഉണ്ടേലില്ലേ, ചിലപ്പോ ലക്ക് പോലെ, ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, ലാസ്റ്റ് ആകുന്നുണ്ട് ചിലപ്പോ നിറച്ചുണ്ടാവും. എല്ലാം കൂടി വാരി അതിനകത്ത് നിറച്ചു വെക്കും. ലാസ്റ്റ് ആകുമ്പോ മസാല ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ട പിടിച്ച് എന്നിട്ട് ഇതേ തേങ്ങയിലൊന്ന് ഓരോ ഉണ്ടകളായി. അതെന്തിനാ അത്? ഇതല്ലേ ഉണ്ടപ്പുട്ട്. ഉള്ളില് നിറച്ചൂടെ തേങ്ങ? തേങ്ങ ഉള്ളില് വറക്കല്ല. ഉള്ളില് നിറക്കും തേങ്ങ. ഉള്ളില് നിറക്കുന്നവരുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഉള്ളില് തേങ്ങ നിറക്കും, വെക്കും. ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ട് ഉള്ളില് നിറക്കണം. എല്ലാ ഉണ്ടപ്പൊട്ടിലും തേങ്ങ ഉണ്ടാവാറുണ്ട് ഉള്ളില്. ഞാൻ കഴിക്കുന്നല്ലേ. ഇപ്പൊ തൽക്കാലം മസാല തേങ്ങ ഇല്ലാത്ത ഉണ്ടയാക്കാം. അതാ, ആരെങ്കിലും ഇവളോടൊന്ന് പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലാക്കി. ഈ മരവന്തിനോട് ഞാൻ എന്ത് പറഞ്ഞാലും ഇവള് അംഗീകരിക്കില്ല. ഇനിയിപ്പോ എല്ലാവരുടെയും കേൾക്കുമ്പോ മനസ്സിലാവും. അതെ, അത് പറഞ്ഞു. കാരണം ഞാനിതില് ശിശുവാണ്, എക്സ്പെർട്ട് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം ഉണ്ടപ്പുട്ട് ആക്കാനൊന്നും എനിക്ക് അറിയില്ല. നീ ആകുന്നല്ല ആക്കുക. അപ്പൊ ഇത്ര ഉള്ള സംഭവം. ഇവളുടെ ഉണ്ടപ്പുട്ട് ഇങ്ങനെയാണ്. ഇതുപോലെ എടുത്തിട്ട് തേങ്ങയിൽ മുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. കണ്ടോ, ഇതാണ് സംഭവം കേട്ടാ. തെറ്റുകൾ ഉണ്ടെങ്കിൽ തലമണ്ടക്കിട്ടൊന്ന് താങ്ങിക്കോ. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തോളാം. നിങ്ങ തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് തലമണ്ടക്കിട്ടൊന്ന് കൊടുക്കാം. ബിരിയാണി ക്യാൻസൽ. ഈ ഉണ്ടപ്പുട്ടിലല്ല എന്റെ പ്രതിഷേധം നേരത്തെ പറഞ്ഞില്ല. ബിരിയാണി ഉണ്ട്. ഇത് നീ എങ്ങനെ കൊളാക്കിയാലും കുഴപ്പമില്ല, ഞാൻ തിന്നോളാം. ഓക്കെ, ഞാൻ എന്താന്ന് നോക്കട്ടെ. കാരണം തേങ്ങയും അല്ല ചെമ്മീനും ഇതുവാന്നല്ല. എന്താവട്ടെ. എന്തേ പാലും വെള്ളത്തിൽ കിട്ടി. എന്ത് തേങ്ങ ഇട്ടാ മതിയായിരുന്നു. ഇല്ല അല്ലേ, ഉണ്ട ബാക്കി ചെമ്മീൻ തീർന്ന്. ഇനി എന്താക്ക്, ഉണ്ടല്ലൊരു കാര്യം ചെയ്യുമ്പോ ഉണ്ട മാത്രം പുഴുങ്ങിയിട്ട് ആർക്കായാലും കൊടുക്ക്. ഉണ്ട പുഴുങ്ങിയത്, ഉണ്ട പുഴുങ്ങിയ ഗോതമ്പ് ഉണ്ട പോലെ. ഈ തട്ടെടുത്തിട്ട് ഞാൻ പോയിക്കോളും. എനിക്കറിയാം, ഇത് ഞാൻ മാർക്ക് ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെ 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 ഞാൻ അവിടെ പൊക്കി വെക്കും. നാളെ ഇടിയപ്പാക്കുമ്പോ എടുക്കാം. അതല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഓരോന്ന് ഓപ്പക്ക് രണ്ട്, അച്ഛൻ രണ്ട്. അച്ഛൻ ഒന്നേ ഉള്ളൂ. അച്ഛന് ചെമ്മീന് പറ്റൂല. ഓപ്പക്ക് രണ്ട്. ചെമ്മീന് പറ്റൂലെങ്കിൽ അച്ഛനാ വെറും ഉണ്ടോ. എന്നാലും ഓരോരുത്തരുടെ ടേസ്റ്റ് എല്ലാം നോക്കും ചെറുങ്ങനെ. ഓപ്പക്ക് രണ്ട്, അച്ഛനൊന്ന്, അമ്മക്ക് രണ്ട്, എനിക്ക് രണ്ട്, മക്കൾക്ക് രണ്ട്. മക്കൾക്ക് രണ്ടാക്കി ഒരെണ്ണം ബാക്കിയുണ്ട്. നാലെണ്ണം പോവും. പിന്നെ എല്ലാം തീർന്നല്ലോ. അത് അല്ല, ബാക്കി കുറച്ചുകൂടി ഞാനിപ്പോ കണ്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. അല്ലെങ്കിൽ ഇവര് അറിയിക്കാണ്ട് ഒപ്പിക്കൂല. ഇത് എന്താ ചെയ്യാ. എന്തിനോ വേണ്ടി തിളക്കുന്ന ഉണ്ടകൾ. സത്യം പറഞ്ഞ ഈ ഉണ്ടനെ കാണുന്ന എനിക്ക് സാധാരണ തോന്നുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മക്കളെ പോലെ ആയിപ്പോയി ഉണ്ട. കാരണം ഇതില്ല, ഇത് ഒന്നും സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഇവരെല്ലാം ടീമായി ഇതിനകത്തിരുന്ന് വേകുമ്പോ ഈ ഉണ്ട മാത്രം ആരും ഇല്ലാത്ത ഫ്രിഡ്ജിലിരുന്ന് തണുക്കാൻ വേണ്ടി പോകുന്നു. എന്താ ചെയ്യാ, നീ ചെയ്ത വലിയ കൊടുത്ത് അധികാനിക്കുക പാവുണ്ടനോട്. എന്താ ചെയ്യാ. എല്ലാത്തിനും അതാണ് പറയണത്, നമുക്ക് എക്കത്തിന് ഒരു സമയമുണ്ട്. ആ ഉണ്ടയുടെ സമയമായി, ഈ ഉണ്ടയുടെ സമയമായിട്ടില്ല. മഴക്കാലമായിട്ടേ നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് ഉള്ള ചുറ്റും ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടാ. ജസ്റ്റ് നോക്കിയേ, കണ്ടതാ, നല്ല ഫുള്ള് നല്ല മഴയാണ് എല്ലായിടത്തും. കണ്ടതാ, വെള്ളമൊക്കെ നിറഞ്ഞു, വയലുകളിലൊക്കെ വെള്ളമൊക്കെ ആയി. കണ്ട, ഫുൾ പച്ചപ്പായി. എല്ലാ ഭാഗവും നല്ല പച്ചപ്പായി. ചീമക്കൊന്നയൊക്കെ അങ്ങോട്ട് തളിച്ച് വളർന്ന്. തോടൊക്കെ കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. നല്ല മഴ. ഈ നിലക്കാണെങ്കിൽ നാളെ മിക്കവാറും സ്കൂളുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എനിക്ക് എന്തായി എന്നിട്ട്? ഹായ്, റെഡിയായാ? എന്താണ് മഴ വരാൻ നോക്കിയിരിക്കണ രണ്ടാളും കൂടി അല്ലേ അവിടെ? ദുർഗു, നിങ്ങൾ മഴ കണ്ടിട്ട് പ്രാർത്ഥിച്ചിരിക്കണെന്നല്ലേ നാളെ സ്കൂളിന്? എന്റെ മുടിയിൽ ഇങ്ങനെ അയച്ചിട്ടേക്കുന്ന പോയിക്കാടുന്ന്. ഓരോരുത്തരുടെ മഴ കൂടിയിട്ട്. ഇതെന്താ നീ അതിനിടയ്ക്ക് കറിയും വെച്ചാ? ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം പണിയെടുത്ത്. ഏട്ട കറി വെച്ച്, ഏട്ടമ്മ മുറിച്ച് വെച്ചിട്ടുണ്ടായില്ലേ, ഏട്ട കറി വെച്ച് അടിച്ചു വാരിയിട്ട് ഉണ്ടപ്പുട്ട് വേകുന്നുണ്ട്. ഇനി പാത്രം കൂടി കഴിഞ്ഞാ ഇനി ബിരിയാണി.
പണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഇനി നമുക്ക് ബിരിയാണി വെക്കണമെങ്കിൽ വെച്ചുതരാം. ഹായ്, എവിടെ പോന്ന്? ഇതെന്താ മഴയായിട്ടൊക്കെ ഇങ്ങനെ കുളിക്കും ആരെങ്കിലും? എന്ത് പുറത്ത് കോരിച്ചൊരിയുന്ന മഴയായിട്ട് ഇങ്ങനെ കുളിക്കാൻ പോയിട്ട് എന്ത് കാര്യമുണ്ട്? എന്നാ പോയി കുളിക്കിച്ചല്ലേ. നമ്മള് ചൂടുവെള്ളാക്കാൻ സെറ്റായിട്ടൊരു സംഭവം ആക്കിയിരുന്നു അല്ലേ? അത് കാണിച്ചില്ലല്ലോ. നീ ഇപ്പൊ കൊറേ ആയി പറയുന്നു ഞാനിങ്ങനെ ഏതെങ്കിലും വഴിക്ക് പോകുന്നു. ഒരു ദിവസം ഞാൻ ഏതെങ്കിലും വഴിക്ക് പോകും. അങ്ങനെ പോകൂലെന്ന് എനിക്കറിയാലോ. അതുകൊണ്ടല്ലേ വന്നിട്ടുണ്ടാവൂലേ? വന്നിട്ടുണ്ടാവൂല്ലേ? എന്താണ് എനിക്ക് താലമൊക്കെ ആയിട്ട്? നല്ല മഴ, നല്ല ചൂടുണ്ടപ്പുട്ട്, ആവി പറക്കുന്ന ഉണ്ടപ്പുട്ട്. പല്ലു വന്നാ? അതാ പോന്നു മോളെ. നോക്കട്ടെ അച്ഛൻ. ഒരിക്കൂല അച്ഛൻ. നോക്കട്ടെ. ഇങ്ങ് വാ. എന്തുക്കോ ഇങ്ങ് വാ. എന്ത് കൊച്ചത്? ഉണ്ടപ്പുട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ. കണ്ടില്ലേ പുറത്ത് നല്ല മഴ. അത് ഞാൻ നേരത്തെ കാണിച്ചിന്. ഞാൻ വീഡിയോ കാണിച്ചു നേരത്തെ. ആ, തോട്ടിലിപ്പോ പോയാൽ മീൻ കിട്ടും ചെലപ്പോ. പിന്നെ ഞാനീ മുറ്റത്തേക്കിറങ്ങൂല. ഇവിടെ ഫുൾ തുണിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മള് വെള്ളമൊക്കെ ചാറ്റിലൊക്കെ അടിക്കണോണ്ട് ഇങ്ങനത്തോളം തുണിയാണ്. പിള്ളേര് വീഴൂലേ? അതുകൊണ്ട് ഇതെല്ലാം അമ്മയുടെ കലാവിരുദ്ധകളാണ്. അതെ. അപ്പൊ എന്താണ് വീഴൂല, ഇല്ലെങ്കിൽ തെന്നിയരച്ച് വീഴും. ചാറ്റൽ എന്തായാലും അടിക്കും. അവിടെ ഫ്രണ്ടിൽ ആരുമില്ല. ഞാൻ ഒറ്റക്ക് ഉണ്ടപ്പുട്ട് കഴിക്കാൻ. നിങ്ങളൊക്കെ ഇവിടെ വെക്കല്ലേ? എടുക്ക്. അങ്ങനെ എടുത്ത് വായോട്ടിട്ടേക്കല്ലേട്ടാ. അണ്ണാക്ക് പൊള്ളി പോകും. നല്ല ചൂടാണ്. എടുത്തിട്ട് പറ മക്കളെ. ഇതെവിടെ വെക്കുന്ന അച്ഛാ? വന്ന് കഴിക്കുക. വാ ഓരോന്നെടുക്ക്. ഇവിടെ ഞാനേ ചൂടുവെള്ളത്തിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? അത് കാണിച്ചു തരാം കേട്ടോ. ചൂടുവെള്ളം നമ്മൾ അപ്പോഴത്തേക്ക് ചൂടുവെള്ളം ബാത്റൂമിലല്ലേ വേണ്ടതെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ ഇത് ബാത്റൂമിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. അന്ന് നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു തോന്നുന്നു ഈ സംഭവം. കണ്ടോ, നല്ലൊരു സംഭവമാണിത്. നമുക്ക് കറണ്ട് കാശൊക്കെ വളരെ കുറവ് മതി. നല്ല ചൂട് വെള്ളം കിട്ടുകയും ചെയ്യും. ഞങ്ങളിവിടെ തന്നെ കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ പ്ലഗ് ആക്കിയപ്പോൾ കണ്ടോ, ഇവിടെ പ്ലഗ് ആക്കി ഇവിടെ തന്നെ കണക്ഷൻ കൊടുത്തു. ഇത് ഇവിടെ ഈ പൈപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയുള്ള പരിപാടി. ഈ പൈപ്പ് ലൈനോട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. ഇവിടെ കൊടുക്കും. ഇവിടെ ഓണാണ് സംഭവം. ഈ ഓണാക്കിയാൽ ഈ സ്വിച്ചും ഓണാക്കിയാൽ കണ്ടോ ഇതേ അവിടെ പൈപ്പ് ഓണാക്കണം. ഇതാ പൈപ്പ് ഓണാക്കിയിട്ടില്ല. പൈപ്പ് ഓണാക്കിയാൽ ഇതാ ഇനി വരുന്നത് നല്ല ചൂടുവെള്ളം ആയിരിക്കോട്ടെ. ഇവിടെ നിൽക്കണം. കേട്ടോ ചൂടാവുന്നേ ഉള്ളൂ. ഇതമ്മ വെള്ളം ചാറ്റിലൊക്കെ വീഴാതിരിക്കാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചാറ്റിലടിക്കാതിരിക്കാൻ പാക്കറ്റൊക്കെ ഇട്ട് വെച്ചതാണ്. എന്താണ് ഓ എന്തിന്റെ സ്ഥിരം ഡയലോഗാ അല്ലേ? കണ്ടതേ. ഇപ്പൊ നല്ല ചൂടായി. പെട്ടെന്ന് ചൂടാവും. കണ്ടോ, ഇത് സ്പീഡ് കുറക്കുന്നതിന് ചൂട് നല്ല കൂടി വരും. നല്ല മെഷീനാണ് ഇത്. കറണ്ട് കാശും കുറവ് മതി. ചൂടുവെള്ളം വെറുതെ വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ഇത് ഓഫാക്കുക. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ വേറെ വിഷയം വെച്ചാൽ ഇവർക്ക് ചൂടുവെള്ളം ആക്കുന്ന സമയത്ത് ഇവർ ഈ ബക്കറ്റ് എടുത്ത് ബാത്റൂമിലേക്ക് പോകണം കേട്ടോ. അതുണ്ട് സംഭവം. പക്ഷേ എന്നിരുന്നാലും ഇത് ബാത്റൂമിൽ മുകളിലൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണെന്നറിയാമോ? ഇതിനിടയ്ക്കിടയ്ക്ക് ഇത് നെക്കി കൊടുക്കണം. നമ്മളിങ്ങനെ ഈ സ്വിച്ച് വെക്കണം, ഈ സ്വിച്ച് ഓൺ ആക്കണം. അപ്പോൾ നമ്മൾ കൈ എത്തുന്നിടത്തേ പറ്റുള്ളൂ. പിന്നെ വെള്ളമൊക്കെ വീണ് ഇടങ്ങേറാവും. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇതാണ് നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ സംഭവം. അമ്മ കുളിക്കാൻ കയറിയിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ ഉണ്ടപ്പുട്ട് കഴിക്കാം. അതെ. അപ്പോൾ നോക്കട്ടെ എന്താ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ചെമ്മീൻ ഉണ്ടപ്പുട്ട്. അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചേ. നല്ല വെന്തടലുണ്ട്. ഇനി ഒന്ന് അറബി പറഞ്ഞേ. അറിയാം. മസാല അച്ഛൻ ഇത് അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് നിന്നിട്ട് പോയി കേട്ടാ. മസാല രസമുണ്ടോ? ഇന്ദ്രു ദുഗു കുളിച്ച് സുന്ദരിയായല്ലോ. ചന്ദനക്കുറിയൊക്കെ തൊട്ട് അതിന്റെ നടുക്കൊരു ചോപ്പ് പൊട്ട്. എന്നാ രണ്ട് ഉണ്ടപ്പൊട്ട്. ചന്ദനക്കുറി നടുക്ക് ചോപ്പ് പൊട്ടു, രണ്ട് ഉണ്ടപ്പൊട്ടും കഴിച്ചോ. ശരി. കാറും അതിനിടയിൽ ഈ ബോറ് കാറും കുറച്ച് ഓവറാകുമോ മോനെ എന്ന് വെച്ചാല്. എല്ലാം മാച്ചായിട്ടിരിക്കട്ടെ. അല്ല നീ ഇതെന്താ കോലം? എണീറ്റേക്ക് കാണട്ടെ നോക്കട്ടെ. ഇതെന്താ കോലം? ഇത് നോക്കട്ടെ.
അന്യഗ്രഹ ജീവി പക്ഷെ വാളെല്ലാം ഉണ്ട് കേട്ടാ. ഇവരുടെ ഓരോരോ കളികളാണ്. എന്തെല്ലാം മുണ്ടെല്ലാം എടുത്ത് കൊത്തി കണ്ണടെല്ലാം വെച്ച് വന്നിട്ടാ. ആരാണിത്? ഇന്ദ്രൂട്ടനാ? എന്റെ ദൈവമേ. പോളി പോളി പോവാന്നാലേ ഒരു ലിസ്റ്റ് എഴുതുന്നുണ്ട് സാധനം വാങ്ങാൻ വേണ്ടി പോയി. മോളെ അധികം തെളിയാത്ത പെട്ടെന്ന് മഷി തീരുന്ന പെണ്ണ് കൊടുക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതി എഴുതി ലിസ്റ്റ് ഇങ്ങനെ താഴോട്ട് പോകും. എനിക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ ശരവണി അല്ലേ ലിസ്റ്റ് കാണട്ടെ. സംഭവം ചെറുതാണെങ്കിലും മറ്റേ സ്വർണത്തിന്റെ വിലയുള്ള സാധനങ്ങളായിരിക്കും വാങ്ങുന്നത്, വെളിച്ചെണ്ണല്ലോ അല്ലേ. അങ്ങനെ സാധനങ്ങൾ എടുക്കട്ടെ അല്ലേ. മല്ലിച്ചപ്പില്ലാണ്ട് എന്ത് ബിരിയാണി വന്നു. ഓക്കെ, മഴക്കാലമായപ്പോഴിതാ മിഷ്യത്തിന് പണി കിട്ടി. ഇതാ ഒരു ഇലക്ട്രീഷ്യനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രീഷ്യനല്ല, മെക്കാനിക്കിനെ വിളിപ്പിച്ചിട്ടുണ്ട്. മിഷ്യത്തിനല്ല എനിക്കാ പണിയുണ്ടല്ലോ. ഇത് ഒന്നിക്കൊന്നിരാണ് എനിക്ക് പണിയുന്നത്. എന്തെല്ലാം വാഷിംഗ് മെഷീൻ കുറെ കാലമായേ. ഞങ്ങള് ഇന്ദ്രൂട്ടിനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. ഒരിക്കൽ ഇതിന്റെ പൈപ്പാണ്, ഇത് ഉള്ളിൽ വരുന്ന പൈപ്പാണ്, ഇവിടെ വരുന്ന പൈപ്പാ. പക്ഷെ ഈ പൈപ്പ് ലീക്കായിട്ട് ഞാൻ ഇപ്പൊ 3ാമത്തെ തവണ ഒട്ടിക്കുന്നത്. ഈ പൈപ്പ് വാങ്ങാൻ കിട്ടുമെന്ന് വെച്ചിട്ട് അന്ന് ഞാൻ പോയി നോക്കി, ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇത് ഓർഡർ ചെയ്ത് വരുത്തിക്കേണ്ടി വരും. ഈ മിഷൻ പഴയതല്ലേ. ഇപ്പൊ ഞാൻ വേറൊരു പരിപാടി ഇന്ന് പരീക്ഷിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. ഈ പൈപ്പ് ഞാൻ ഊരിക്കളഞ്ഞു. എന്നിട്ട് ഇതിന്റെ ഒറ്റൊരു പൈപ്പ് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സക്സസ് ആയി, ഇല്ലെങ്കിൽ അലക്കണ്ട. അമ്മേ, മഴക്കാലത്ത് തുണിയൊന്നും ഉണങ്ങി കിട്ടൂല. ഇതൊരു പരീക്ഷണം മാത്രമാണ്. സംഭവം നോക്കട്ടെ, എന്തായി നോക്കട്ടെ. നോക്കട്ടെ എന്താ പരീക്ഷണം നടത്തിയത്. ഈ പൈപ്പിനെ മാറ്റിയിട്ട് ഈ പൈപ്പിനെ ഡയറക്റ്റ് കൊടുത്തല്ലേ. മാറി നോക്കട്ടെ. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു മെക്കാനിക് ഉള്ളത് കൊണ്ട് നല്ല തന്നെ. ഇത് ഒരുമാതിരി എപ്പോഴും പണിയെടുപ്പിക്കില്ല. ഇതെന്താ പരിപാടി? വെള്ളം വരുന്നില്ല, കരട് കയറല്, ഒന്നിക്കൊന്നിരാടം വെളിയെന്ന് വിളിക്കും. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ല. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാമെങ്കിൽ ചേട്ടനെ ബുദ്ധിമുട്ടിക്കുവാ. പഠിക്കണം, അല്ലാത്തതിനൊക്കെ വായിലാക്ക് നല്ലോണം ഉണ്ടല്ലോ. പഠിക്കാൻ താല്പര്യമില്ല. അതന്നെ എന്റെ അമ്മയും തగ్గലിറക്കുന്നല്ല. പാത്രം കഴുകാനുണ്ട്. നോക്ക്, ബിരിയാണി വെച്ചെന്നുള്ള മര്യാദക്ക് ചിക്കൻ വന്നതിന് ചിക്കൻ വന്നിട്ടില്ല ബിരിയാണി വെക്കാൻ വേണ്ടി. ഞാനിത് ഇവിടെ ഉള്ളിയെല്ലാം മുറിച്ച് തയ്യാറാക്കി വെക്കുന്നുണ്ട്. ഇത് അമ്മ ഇതാ ഇവിടെ മിഷ്യത്തിൽ ഇടാൻ വേണ്ടി ഒരു കുന്ന് തുണിയുണ്ട്. വെള്ളം വന്നിട്ടുണ്ട്. ഇനി തുണി ഇട്ട് നോക്കും, മനസ്സിലാവും. കുടുംബത്തിലൊരു സാധനം ശരിയായി കാണിച്ചു കൊടുക്കരുത് ഒരിക്കൽ. കുടുംബത്തിലൊരു സാധനം ഒരിക്കൽ ശരിയായി കാണിച്ചു കൊടുത്താലുണ്ടല്ലോ പിന്നെ നമുക്ക് മറ്റെന്താ പറയാ, കുപ്പിന്ന് വന്ന പൂത്തിനെ പോലെ പണി കിട്ടും. അറിയില്ല എന്നൊക്കെ പറഞ്ഞേക്കണം. ഇവരെന്ത് ചോദിച്ചാലും ഉണ്ടല്ലോ നമുക്കറിയില്ല എന്ന് പറയണം. അമ്മക്ക് വയറ് നിറച്ച് കിട്ടി, എനിക്കും വയറ് നിറച്ചും കിട്ടി. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടാളെയും വയറ് നിറച്ച് ഓരോ പൊട്ടപ്പണി ചെയ്യുന്നോണ്ടാണ്. ഈ ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇടക്കൊന്ന് ഓഫാക്കാൻ പാടില്ല. ഇവർ ഇട്ടുകൊണ്ട് പോയിട്ട് പിന്നെ പോയി ഓഫാക്കി പിന്നെ ഓണാക്കുന്നത്. പിന്നെ ടൈമിങ് മാറൂലേ. നിങ്ങൾ എന്നിട്ട് പറയും ഓടി ഓടാ ശരിയാക്കടാ, കംപ്ലൈന്റ് ആകടാന്ന് പറയുമ്പോൾ ഇവിടെ നമ്മ ഇങ്ങനെ നിൽക്കാനല്ല, കംപ്ലൈന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടീമാണ്. ഇത് ഓണാക്കി വെള്ളം എടുക്കാൻ തുടങ്ങിയാൽ ഇത് അതിന്റെ ആ ടൈമിങ് അത് തീരുന്നിടത്തോളം വരെ വർക്ക് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോ ഓഫാക്കി ഇടുന്ന പോക്കല്ലേ ഇത്. അങ്ങനെ നമ്മൾ എന്തായാലും ബിരിയാണിയിലേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ട് കേട്ടാ. എനിക്ക് തക്കാളിയൊക്കെ മുറിച്ച് വെച്ചു. ചിക്കൻ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു. അങ്ങനെയാണ് കാത്തിരുന്നിട്ട് ചിക്കൻ കിട്ടിയത്. ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടത് കൊണ്ട് പിന്നെ ഒരു കുറച്ച് പീസുകള് വലുതായിട്ട്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യാൻ പോണെന്നൊന്നും അറിയില്ല. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അറിയുന്ന പോലെ ഒരു ബിരിയാണി നമ്മ ചെമ്മീൻ വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ഉണ്ടായല്ലോ. അപ്പൊ അതുപോലെ തന്നെ ചിക്കൻ വെച്ച് നോക്കും. അത്രേ ഉള്ളു സംഭവം. അപ്പൊ അതേ മസാലപ്പൊടിയായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം ഇട്ട് ചിക്കൻ. ഈ വലിയ പീസ് ചിക്കൻ അല്ലേ, ഒന്ന് പെരട്ടി വെക്കുന്നു. ബാക്കി നമുക്ക് വഴിയെ വഴിയെ കാണാം അല്ലേ. പണിപാട് മോളെ ശ്രദ്ധിച്ചൊഴുക്കി. സ്വർണ്ണത്തുള്ളികളാണ്. ഒരു തുള്ളി പോയാലുണ്ടല്ലോ 400 എടുത്ത കിലോ. 400 ദൈവമേ. സൂക്ഷിച്ചു വെക്ക് പറഞ്ഞാലോ. മറ്റേ പല്ലൊക്കെ തേച്ച് പല്ലുമ്മൊക്കെ കൈ വെച്ച് കള്ളനായിട്ട് വന്ന പോലെ നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് വേണം ഇതാക്കാം. ഇത് ഇന്ദ്രൂന്. അതെ,
ഓരോരുത്തർക്ക് മറ്റേ ഓരോ അരിമണിയിൽ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാലേ ഓരോ ചിക്കനിൽ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. ചിക്കൻ ആദ്യം തന്നെ പൊരിച്ചങ്ങ് എടുക്കാൻ വേണ്ടി പോയാണല്ലോ എനിക്ക്. നല്ലോണം പൊരിച്ചെടുക്കും കേട്ടോ. നല്ലോണം പൊരിച്ചെടുക്കും പോലും. രണ്ട് കാലും ഇതോപ്പത്ത് എന്തെങ്കിലും ആട്ടെ, എനിക്ക് ചെറിയ എന്തായാലും ഒരു കഷ്ണം കിട്ടിയാൽ അച്ഛന് അമ്മക്ക് ബാക്കിയല്ല എനിക്ക്. ഓ അങ്ങനെ നമ്മുടെ ചിക്കൻ നികിയുടെ പൊരിച്ചു വെച്ചു. ചിക്കൻ ബനാന. ഇങ്ങനത്തെ എന്താ കറുകപ്പട്ടൻ മറ്റേ സംഭവങ്ങളൊക്കെ അതിലേക്കാണ് ചാമ്പ എല്ലാം അന്ന് കാണിച്ചതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ച് ഇങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. എന്നാലും ചിക്കൻ പൊരിച്ച് ഇനിയിപ്പോ ഉള്ളിയൊക്കെ വാട്ടാൻ പോകുന്നു അല്ലേ? അത്രയല്ലേ ഉള്ള സംഭവം. ഉള്ളിയെല്ലാം വാട്ടിക്കോണ്ട്. ഇന്ന് ഇന്ദ്രുവിന്റെ ഡേ ആണ് മോനെ. ഇന്ദ്രുവിന് ബോക്സിംഗ് കിറ്റ് വന്ന് കൊറേ ദിവസമായി ഇന്ദ്രു ഇതിങ്ങനെ ഓർഡർ ചെയ്തിട്ട് അല്ല, ഇന്ദ്രുവിന് വേണ്ടിട്ട് ഓർഡർ ചെയ്തിട്ട് കൊറേ ദിവസമായി വരാണ്ട് ഇങ്ങനെ. എന്തായി നിന്റെ ബിരിയാണി? എന്തായി ഇതൊക്കെ വാടി ഇനി ചിക്കൻ ഇടാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ചിക്കൻ അതിലേക്കാട് തട്ടുക, നല്ലോണം ഇളക്കുക. ആർക്കറിയാം, രാത്രി തിന്നാനാക്കണേ. എനിക്ക് എന്തായി നമ്മുടെ ചിക്കനൊക്കെ വെന്താ? ഇതാ ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം ചിക്കൻ വെന്ത്. ഇനി നമുക്കില്ലേ ഈ അരി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെ. അന്ന് ചെയ്ത പോലെ തന്നെ അരി വെള്ളം വാറ്റി വെച്ചതാണേ. അരി കുതിർത്തണം എന്നില്ലെന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കഴുകിയെടുത്തായെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ചേരം കുതിർത്തി. ചൂടുവെള്ളം അരി ഒന്ന് ഇതാക്കട്ട് വറുത്തിട്ട് ചൂടുവെള്ളം ഒഴിക്കണം. ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ചൂടുവെള്ളം ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് വെള്ളം ഒഴിക്കൽ, ചൂടുവെള്ളം ഇതിലേക്കാട്ട് ഒഴിക്കാം അല്ലേ? വെള്ളത്തിന്റെ അളവൊക്കെ അറിയാല്ലേ? അളവ് എടുത്തിട്ടാണ് ഒഴിച്ചത്. ഇനി എന്താവുന്നൊന്നും അറിയില്ല, നോക്കാം. നികി, എന്തായി നമ്മുടെ ബിരിയാണി? അപ്പൊ നമ്മുടെ ബിരിയാണി ഇതാ സ്റ്റേജിലെത്തി. ഓ, ചോറൊക്കെ വെന്തിട്ടുണ്ടല്ലോ കാണുമ്പോ. ചോറെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ചിക്കനെ അങ്ങോട്ട് ചിക്കൻ ഇതിലേക്കാട് ഇനി വറുത്ത് വെച്ചതും കൂടി തട്ടി കൊടുക്കാം. കൂടി അങ്ങോട്ട് തട്ടി സെറ്റ്. അപ്പോൾ നികിയുടെ തട്ടിക്കൂട്ട് പഴംപൊരി പോലെ ഒരു തട്ടിക്കൂട്ടൊന്നല്ല, പിന്നെ എന്തോ പണിയെടുത്ത്. അപ്പോ ബിരിയാണി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റിയാ മതി, വേറെ നോക്കണ്ട അല്ലേ? ഇനിയിപ്പോ ഇവിടെ കൊറേ ഇതാ മറ്റേ സലാഡ് ആക്കി വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇടാനുള്ളതാ. മല്ലിച്ചപ്പും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി സംഭവം. അപ്പൊ അതെല്ലാം സംഭവിച്ചു. ഇനി നമ്മൾ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കഴിക്കും അല്ലേ? അച്ഛൻ ചോറൊക്കെ കഴിച്ചിരിക്കണം. അച്ഛന് ബിരിയാണി വലിയ താല്പര്യമില്ല. നമ്മളാണ് അല്ലേ അമ്മേ? വാഷിംഗ് മെഷീൻ ശരിയായി തന്നില്ലേ? വാഷിംഗ് മെഷീൻ ശരിയായി തന്നില്ലേ? പിന്നെ വേറെ കരക്കര വിളിക്കാൻ പറ്റൂ. ഇന്ദ്രു ബാ, മതി, ഇനി എടുത്ത് വെക്ക്. ഫുൾ കളിയാന്നതിനകത്ത്. ദുഗു ബാ ബാ ബാ, ബിരിയാണി കഴിക്കാം. അപ്പൊ നിക്ക് ഇവിടെ വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് പാത്രത്തില്. എല്ലാം സെറ്റായിട്ട് ചിക്കൻ പൊരിച്ചതും ചിക്കൻ ഉള്ളതും. പക്ഷെ കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു കാര്യം പറയാം, ഇപ്പോഴും ഒരുപോലെ ആയിരിക്കൂലല്ലോ. എന്തെങ്കിലും ചെറുതായിട്ട് ചോറ് വെന്ത് പോയി. ചോറ് കുറച്ച് അതില്ലേ 2 ഗ്ലാസ് അരിയും പിന്നെ ഒരു ലേശം അരിയുമാണ് ഉണ്ടായത് കപ്പില്. ഇതാ മോനെ. അപ്പൊ ഇല്ലേ ആ ഒരു ലേശ അരിക്കുള്ള വെള്ളം ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ച്. ആ വെള്ളം കുറച്ച് കൂടുതലായി. വെള്ളം പറ്റിയില്ല, കുറച്ചൊരു വെള്ളത്തിന്റെ ഉണ്ട് കേട്ടോ. അതെ, ഇങ്ങനെ ഒരു ഇതാ അന്നത്തെ പോലെ ചോറ് ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടില്ല. അന്ന് അരി ഇങ്ങനെ വിട്ട് കിടക്കായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ ഇത്. ചിക്കാനൊന്നുമല്ലല്ലോ, നമുക്ക് അവിടെ ഉള്ളത് പോലെയാണ് കഴിക്കുക. അത്രേ ഉള്ളൂ അല്ലെ? എന്നാ പിന്നെ നമ്മളെന്നാ പിന്നെ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കാണാം നമുക്ക് അല്ലെ? കഴിച്ചു നോക്കിട്ട് ഞാൻ പറയാം. ടേസ്റ്റ് ഉണ്ടോന്ന് ഞാൻ പറയാം എന്തായാലും. ഞാൻ എന്തായാലും ലേശം കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് ചേട്ടൻ ഇപ്പൊ പറഞ്ഞുതരാം. വെന്തോയൊന്നും ഒരു വിഷയമല്ല. അതാണ് മാസ്. അപ്പൊ ലേശം ചിക്കൻ അങ്ങ് എടുത്തിട്ട്, ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, ചോറും വെന്തിട്ടുണ്ട്. അടിപൊളി.
ടേസ്റ്റ് ഉണ്ട്. ആ സൂപ്പർ ടേസ്റ്റ് ആണ്. എന്നാലും ആ ചെമ്മീൻ ബിരിയാണിന്റെ അത്രയും കഴിക്കില്ല കേട്ടാ. ആ അത്രയും ടേസ്റ്റ് ഒന്നല്ല, ഇത് ചിക്കൻ ബിരിയാണിയാണ്, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെ കഴിച്ചോക്കിയാ അച്ഛനാകുമ്പോൾ ഒഴുകാം, ഒന്ന് കഴിച്ചോക്കിയാൽ മേലെ. ഇന്ദിര എന്താ പറഞ്ഞേ? നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്ദിര മറ്റേ ബോക്സിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല വിശപ്പായിട്ട് വന്നത്, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി ടേസ്റ്റ് രസമുണ്ടാവും. നല്ല രസമുണ്ട്. ചോറും നല്ല രസമുണ്ട്. ചോറ് നല്ല ടേസ്റ്റ് അല്ലേ? രസമുണ്ട്. ഇതൊന്നും പറ്റില്ല. ചെറുങ്ങനെ ഇത് കുറെ കഴിയുമ്പോ കോരിക്ക്. അപ്പൊ എന്തായാലും നമ്മളിതവിടെ കഴിക്കട്ടെ. ഓക്കെ സെറ്റ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ആ ക്ഷീണത്തില് അല്ലേ. അതെ, നമ്മളിനിയിപ്പോ എന്തായാലും ഒരു സിനിമ അങ്ങോട്ട് കാണാന്ന് വിചാരിച്ച് അല്ലേ. അപ്പൊ ഇനി അടുത്തതായി ഒരു മൂവി ടൈമാണ് അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ സിനിമ കാണട്ടെ. നിങ്ങളെന്നാ പിന്നെ ചായ കുടിക്കേണ്ട സമയമായി, നമുക്കൊരു ചായ കുടിക്കണം. സിനിമ കണ്ടുകൊണ്ട് ചായ കുടിക്കണം. ഇടക്കിടക്ക് കളക്ടറുടെ പേജ് എടുത്ത് നോക്കണ്ട്, നാളെ സ്കൂളിന്റെ ഇല്ല. അപ്പൊ സിനിമ തുടങ്ങി. എന്നാ പിന്നെ നമുക്ക് തൽക്കാലം വ്ളോഗ് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ, എന്നാ പിന്നെ ടാറ്റ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.